ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളെ ആഴമായും മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും നാം ഓരോരുത്തരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടി വിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. തോബിത്തിൻ്റെ പുസ്തകമാണല്ലോ നാം ഈ ദിനങ്ങളിൽ പഠനവിധേയമാക്കുന്നത്. തോബിത്തിൻ്റെ പുസ്തകത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി തോബിയാസും സാറായും തമ്മിലുള്ള വിവാഹം നടന്ന വിവരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായി വായിച്ച് മനസ്സിലാക്കി. തോബിത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ. അടുത്തതായി തോബിത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം. വളരെ ചെറിയ ഒരു അധ്യായമാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണുന്നു. സത്യത്തിൽ തോബിത്ത് പുത്രൻ തോബിയാസിനെ ഒരു ദൂതനെ കൂട്ടി മേദ്യായിലേക്ക് അയക്കുന്നതിൻ്റെ ലക്ഷ്യം മേദ്യായിലെ റാഗസ് എന്ന സ്ഥലത്ത് ചെന്ന് അവിടെ ഗബായേൽ എന്ന വ്യക്തിയുടെ കൈവശം താൻ ഡിപ്പോസിറ്റ് ചെയ്തിരുന്ന കുറേയധികം പണം അവിടെ ചെന്ന് മുദ്രപത്രം കാണിച്ച് തിരികെ ആ പണം മേടിച്ച് വരിക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശ്യം. പക്ഷെ കഥ ഇതുവരെ എത്തുമ്പോൾ അക്കാര്യം മാത്രം നടന്നിട്ടില്ല. അതിനു പകരം അവിചാരിതമായി ദൂതൻ്റെ ഇടപെടൽ മുഖേന തോബിയാസിൻ്റെയും സാറായുടെയും വിവാഹം നടക്കുന്ന കഥയാണ് നമ്മൾ വായിച്ചത്. ഇനി എന്തിനു വേണ്ടി ഇവർ വന്നോ അക്കാര്യം നടത്തുന്നത് ആണ് 9-ാം അധ്യായത്തിൻ്റെ പ്രധാന പ്രതിപാദ്യ വിഷയം. ഇത്തരത്തിൽ റാഗസിലേക്ക് പോയി പണവുമായി തിരിച്ചു വരാനായിട്ട് നിയോഗിക്കപ്പെടുന്നത് ദൂതൻ ആയ അസറിയാസ് തന്നെയാണ്. ഈ അധ്യായത്തിൽ 2 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ആദ്യ ഭാഗത്ത് തോബിയാസ് തൻ്റെ ദൂതനായി അസറിയാസിനെ അയക്കുന്നു. 9-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനം ഭാഗത്ത്. 9-ാം അധ്യായം 5, 6 തിരുവചനങ്ങളിൽ ദൂതൻ പണവുമായി തിരികെ എത്തുന്നു. നമുക്ക് ഈ വചനഭാഗം വായിച്ചുകൊണ്ട് തന്നെ വ്യാഖ്യാനിക്കാം. 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. തോബിയാസ് റഫായേലിനെ വിളിച്ച് പറഞ്ഞു, സഹോദരൻ അസറിയാസ്, ഒരു ഭൃത്യനെയും 2 ഒട്ടകങ്ങളെയും കൂട്ടി മേദ്യായിലെ റാഗസിൽ ഗബായേലിൻ്റെ അടുത്ത് ചെന്ന് പണം വാങ്ങുക. അവനെയും വിവാഹ വിരുന്നിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഞാൻ ഇവിടം വിട്ട് പോകരുതെന്ന് റഗുവേൽ നിർബന്ധിക്കുന്നു. എന്നാൽ എൻ്റെ പിതാവ് ദിവസങ്ങൾ എണ്ണിക്കഴിയുകയാണ്. തിരിച്ചെത്താൻ വൈകിയാൽ അവൻ വിഷമിക്കും. തോബിയാസിൻ്റെ യാത്രയുടെ പ്രഥമ ഉദ്ദേശ്യം തോബിത്ത് ഗബായേലിൻ്റെ പക്കൽ നിക്ഷേപിച്ച പണം തിരികെ വാങ്ങുക എന്നതായിരുന്നല്ലോ. എന്നാൽ ഈ യാത്രക്കിടയിൽ തോബിയാസിനെ സംബന്ധിച്ചിടത്തോളം അവിചാരിതമായും എന്നാൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുസൃതമായും തോബിയാസിൻ്റെയും സാറായുടെയും വിവാഹവും നടന്നു. എങ്കിലും തോബിയാസ് തൻ്റെ യാത്രയുടെ ഉദ്ദേശ്യം ഓർക്കുകയും പണം വാങ്ങാനായി ദൂതൻ അസറിയാസിനെ നിയോഗിക്കുകയുമാണ്. എന്തുകൊണ്ടാണ് തോബിയാസ് നേരിട്ട് പോകാതെ ദൂതനെ പറഞ്ഞയക്കുന്നത് എന്നതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, 2 പിതാക്കന്മാരോടുള്ള സ്നേഹവും കരുതലുമാണ്. അതായത് തന്നെ കാത്തിരിക്കുന്ന സ്വന്തം പിതാവിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഒരു ഭാഗത്ത്, വിവാഹ വിരുന്ന് പൂർത്തിയാകാതെ തന്നെ വിട്ടുപോകരുത് എന്നുള്ള ഭാര്യാപിതാവ് റഗുവേലിൻ്റെ സ്നേഹപൂർണമായ നിർബന്ധം മറ്റൊരു ഭാഗത്ത്.
ഈ രണ്ട് പിതാക്കന്മാരെയും ദുഃഖിപ്പിക്കാതിരിക്കാനായിട്ടാണ് താൻ റഘുവേലിൻ്റെ കൂടെ തന്നെ താമസിച്ച് ദൂതനെ ഈ പണം മേടിക്കാനായി പറഞ്ഞു വിടുന്നത്. രണ്ടാമത്തെ കാരണം തൻ്റെ ദൗത്യം എത്രയും വേഗം പൂർത്തിയാക്കി സ്വഭവനത്തിലേക്ക് മടങ്ങാനുള്ള ആഗ്രഹമാണ്. കാരണം ഇനിയും കാത്തിരുന്ന് 14 ദിവസങ്ങളെ ആഘോഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പോയി ഈ പണവും മേടിച്ച് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ കൂടുതൽ വരും. അത് വരാതെ സമയം ലാഭിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്തരത്തിൽ ദൂതനെ പറഞ്ഞു വിടുന്നത്. അടുത്തതായി 9-ാം അധ്യായത്തിൻ്റെ 5-6 തിരുവചനങ്ങളിൽ ദൂതൻ പണവുമായി തിരിച്ചെത്തുന്ന കഥ നമുക്ക് കാണാം. നമുക്കതൊന്ന് വായിക്കാം. റഫായേൽ യാത്ര ചെയ്ത് ഗബായേലിൻ്റെ അടുത്തെത്തി ഒരു രാത്രി അവനോടുകൂടെ ചെലവഴിച്ചു. ഗബായേലിന് അവൻ രേഖ കൊടുത്തു. ഗബായേൽ മുദ്ര പൊട്ടിക്കാത്ത പണസഞ്ചി എടുത്തുകൊണ്ട് വന്ന് ഏൽപ്പിച്ചു. അവർ രണ്ടുപേരും അതിരാവിലെ എഴുന്നേറ്റ് വിവാഹ വിരുന്നിന് വന്നു. ഗബായേൽ തോബിയാസിനും ഭാര്യയ്ക്കും അനുഗ്രഹാശിസ്സുകൾ നേർന്നു. അപ്പോൾ തോബിയാസിൻ്റെ നിർദ്ദേശപ്രകാരം അസറിയാസ് അഥവാ റഫായേൽ മാലാഖ എക്ബത്താനയിൽ നിന്നും മേദിയായിലേക്ക് യാത്രയാവുകയാണ്. ഏകദേശം 185 കിലോമീറ്ററുകളാണ് ഈ യാത്രാ ദൂരമെന്ന് പറയുന്നത്. അവിടെ ചെല്ലുന്നു, മേദിയായിലെത്തുന്നു. തോബിയാസ് കൊടുത്തുവിട്ട തോബിയാസിനെ ഏൽപ്പിച്ച ആ രേഖ അത് ഗബായേലിനെ ഏൽപ്പിക്കുന്നു. ഗബായേൽ ആ രേഖ തിരിച്ചറിയുന്നു. മറ്റൊന്നും പറയാതെ, യാതൊരു തടസ്സവാദങ്ങളും ഉന്നയിക്കാതെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന പണം മുദ്ര പോലും പൊട്ടിക്കാതെ കൊടുക്കുന്നു. അങ്ങനെ വളരെ എളുപ്പത്തിൽ യാത്രയുടെ ദൗത്യങ്ങളെല്ലാം പൂർത്തിയാവുകയാണ്. എന്തുകൊണ്ടാണ് ഈ യാത്രയുടെ ദൗത്യങ്ങളെല്ലാം ഇത്ര മനോഹരമായി പൂർത്തിയാകുന്നത് എന്ന് ചോദിച്ചാൽ അത് ദൈവിക ദൂതൻ്റെ സാന്നിധ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ദൂതൻ അസറിയ അഥവാ റഫായേൽ മാലാഖ നടത്തുന്ന ദൈവികമായ ഇടപെടലുകൾ മൂലമാണ് ഇതെല്ലാം ശുഭകരമായി പര്യവസാനിക്കുന്നത്. ദൈവദൂതൻ അനുയാത്ര ചെയ്യുമ്പോൾ ദൈവഹിതമനുസരിച്ച് നാം ചെയ്യുന്ന എല്ലാ ചെയ്തികളും ദൈവാനുഗ്രഹപ്രദമാകും എന്ന് ഈ കഥ നമ്മളെ ഓർപ്പിക്കുന്നു. നമുക്കായി ദൈവം നിയോഗിച്ചിരിക്കുന്ന കാവൽ മാലാഖയുടെ നിരന്തരമായ സാന്നിധ്യം നാം ഓർക്കാറുണ്ടോ? ദൈവഹിതത്തിന് കീഴ്വഴങ്ങാൻ നാം തയ്യാറുണ്ടോ? ദൈവിക ദൂതൻ അനുയാത്ര ചെയ്യുന്നുണ്ട് എന്ന അവബോധം നമ്മുടെ ജീവിതങ്ങളെ കൂടുതൽ വിശുദ്ധവും കൂടുതൽ അനുഗ്രഹപ്രദവുമാക്കും എന്ന് ഈ സംഭവം സ്നേഹമുള്ളവരെ നമ്മെ ഓർപ്പിക്കുന്നു. അടുത്തതായി തോബിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അവിടെ 2 ഭവനങ്ങളുടെ കഥകൾ നമ്മൾ കാണുന്നു. ഒന്ന്, അങ്ങകലെ നിനവേയിൽ തോബിയാസിനെ ഓർത്ത് കരയുന്ന വ്യാകുലപ്പെടുന്ന തോബിത്തിനെയും അന്നായെയും നമ്മൾ കാണുന്നു, അവരുടെ കുടുംബം. മറ്റൊന്ന്, തോബിയാസിനെയും മകൾ സാറായെയും യാത്രയാക്കാൻ തയ്യാറാകുന്ന റഘുവേലിൻ്റെയും എദ്നായുടെയും കുടുംബത്തെയും നമ്മൾ കാണുന്നു. അപ്പോൾ കാത്തിരിക്കുന്ന മാതാപിതാക്കളെയും വധൂവരന്മാരുടെ മടക്കയാത്രയുമൊക്കെയാണ് ഈ അധ്യായത്തിൽ പ്രധാനമായി നമ്മൾ കാണുന്നത്. ഈ അധ്യായം വായിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളിലെ ആർദ്രത, വിരഹദുഃഖം, മാതാപിതാക്കൾക്ക് മക്കളോടുള്ള അദമ്യമായ സ്നേഹം, അവരെ പ്രതിയുള്ള മാതാപിതാക്കളുടെ വ്യാകുലതകൾ, മരുമകനെ സ്വന്തം മകനെ പോലെ കരുതുന്ന ഭാര്യ പിതാവ് അയാളുടെ സ്നേഹനിർബന്ധങ്ങൾ, സ്വന്തം മകൾക്കും മരുമകനും സ്വമേധയാ നൽകുന്ന വലിയ സമ്മാനങ്ങൾ, അനുഗ്രഹങ്ങൾ,
പ്രാർത്ഥനകൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന മനോഹരമായ ഒരു അധ്യായമാണ് 10-ാം അധ്യായം. ഇതിൻ്റെ ഉള്ളടക്കം നമുക്കൊന്ന് പരിശോധിക്കാം. 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങളിൽ മകനെ ഓർത്ത് വ്യാകുലപ്പെടുന്ന തോബിയാസിൻ്റെ മാതാപിതാക്കൾ തോബിത്തിനെയും അന്നായെയും നമ്മൾ കണ്ടുമുട്ടും. 10-ാം അധ്യായത്തിൻ്റെ 8, 9, 10 തിരുവചനങ്ങളിൽ തോബിയാസിനെ തൻ്റെ കൂടെ കുറച്ചുകൂടി കാലം വസിക്കാൻ നിർബന്ധിക്കുന്ന ഭാര്യാപിതാവ് റഗുവേലിനെ നമ്മൾ കാണുന്നു. 10-ാം അധ്യായത്തിൻ്റെ 11, 12 തിരുവചനങ്ങളിൽ യാത്രയാകാനൊരുങ്ങുന്ന നവദമ്പതികൾക്ക് അനുഗ്രഹവചസ്സുകൾ നൽകുന്ന ഭാര്യാപിതാവിനെയും മാതാവിനെയും റഗുവേലിനെയും യദ്നായെയും നമ്മൾ കാണുന്നു. ആദ്യ ഭാഗം ഒന്ന് പരിശോധിക്കാം. വിദൂരതയിലായിരിക്കുന്ന മകനെ ഓർത്ത് വ്യാകുലപ്പെടുന്ന മാതാപിതാക്കളുടെ കഥയാണ് നമ്മളവിടെ കാണുന്നത്. 10-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനം നമുക്കൊന്ന് വായിക്കാം. പിതാവായ തോബിത്ത് ദിവസം എണ്ണിക്കഴിയുകയായിരുന്നു. തിരിച്ചെത്തേണ്ട ദിവസം കഴിഞ്ഞിട്ടും അവരെ കാണാത്തതിനാൽ അവൻ പറഞ്ഞു, അവർ അവനെ താമസിപ്പിക്കുകയാണോ അതോ ഗബായേൽ മരിച്ചു പോവുകയും പണം നൽകാൻ ആരും ഇല്ലെന്ന് വരികയും ചെയ്തിരിക്കുമോ? അവൻ അതീവ ദുഃഖിതനായി. അവൻ്റെ ഭാര്യ പറഞ്ഞു, കുട്ടിക്ക് അപകടം സംഭവിച്ചു. കാലതാമസം അത് തെളിയിക്കുന്നു. അവൾ വിലപിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞേ, എൻ്റെ കണ്ണുകളുടെ വെളിച്ചമായ നിന്നെ പോകാൻ അനുവദിച്ചത് കഷ്ടമായിപ്പോയി. തോബിത്ത് അവളോട് പറഞ്ഞു, വിഷമിക്കാതിരിക്കൂ, അവനൊന്നും സംഭവിച്ചിട്ടില്ല. അവൾ പറഞ്ഞു, മിണ്ടാതിരിക്കൂ, എന്നെ കബളിപ്പിക്കാൻ നോക്കേണ്ട. എൻ്റെ കുഞ്ഞിന് നാശം സംഭവിച്ചത് തന്നെ. എല്ലാ ദിവസവും അവർ പോയ വഴിയിലേക്ക് ചെല്ലും. പകലൊന്നും ഭക്ഷിക്കുകയില്ല. രാത്രി മുഴുവൻ മകൻ തോബിയാസിനെ ഓർത്ത് വിലപിക്കും. എക്ബത്താനയിലെ ഭവനത്തിൽ, റഗുവേലിൻ്റെയും യദ്നായുടെയും ഭവനത്തിൽ ആനന്ദം അലതല്ലുമ്പോൾ, അങ്ങകലെ നിനവേയിലെ ഭവനത്തിൽ നിന്നും തോബിത്തിൻ്റെയും അന്നായുടെയും ഭവനത്തിൽ നിന്നും സങ്കടത്തിൻ്റെ നെടുവീർപ്പുകളും രോദനങ്ങളും ഉയരുകയാണ്. പുത്രനെ ഓർത്ത് വ്യാകുലമനുഭവിക്കുന്ന മാതാപിതാക്കൾ. പിതാവ് തോബിത്ത് തൻ്റെ പുത്രന് സംഭവിച്ചിരിക്കാനിടയുള്ള അപകടത്തെക്കുറിച്ച് ചില അനുമാനങ്ങളിൽ എത്താൻ ശ്രമിക്കുകയും അതീവ ദുഃഖിതനാവുകയും ചെയ്യുന്നു. അതേസമയം മാതാവ് ഹൃദയഭാരത്താൽ വലിയ ഉച്ചത്തിൽ വിലപിക്കുകയാണ്, കരയുകയാണ്. വിലപിക്കുന്ന ഭാര്യ അന്നായെ ഇനിയും പ്രതീക്ഷ നൽകി ആശ്വസിപ്പിക്കാനായിട്ടുള്ള ചില വിഫല ശ്രമങ്ങളെല്ലാം ഭർത്താവ് തോബിത്ത് നടത്തുന്നുണ്ട്. പക്ഷേ എൻ്റെ മകൻ മരിച്ചുപോയി എന്ന് വിലപിക്കുകയാണ് അന്ന. എൻ്റെ മകൻ മരിച്ചുപോയി എന്ന് വിലപിക്കുമ്പോഴും അവൾ എന്നും വഴിയിൽ അവനെ കാത്തിരുന്നു എന്നതിൽ നിന്നും ഒരേ സമയം അന്നായുടെ ദുഃഖവും പ്രതീക്ഷയും നമുക്ക് കാണാൻ സാധിക്കും. അന്നായുടെ ഹൃദയം നിറയെ ദുഃഖമുണ്ട്, കരയുന്നുണ്ട്. തൻ്റെ മകൻ മരിച്ചുപോയി എന്നവൾ വിലപിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ദിവസവും അവൻ പോയ വഴിയിലേക്ക് കണ്ണും നട്ടവൾ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവളുടെ ഹൃദയത്തിൽ പ്രതീക്ഷയുമുണ്ട്. പ്രതീക്ഷകൾ അവസാനിച്ചു എന്ന് അവളുടെ ബുദ്ധി അവളെ ഉപദേശിക്കുമ്പോഴും ദൈവം ഇടപെട്ട് അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന ഹൃദയത്തിൻ്റെ പ്രതീക്ഷ അവൾ വച്ചു പുലർത്തുന്നു. അതാണ് എന്നെ ഇവിടെ വ്യത്യസ്തമാക്കുന്നത്. ഇതുപോലെ ബുദ്ധി പറയുന്നതിനും അപ്പുറം ഹൃദയം പറയുന്നത് കേൾക്കുന്ന
അതിനുവേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റു ചിലരും വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ഉദാഹരണമായിട്ട് ഹന്ന, സാമുവേലിൻ്റെ അമ്മ, സാമുവേൽ പ്രവചന പുസ്തകത്തിൽ നമ്മൾ അവളെ കണ്ടെത്തുന്നുണ്ട്. 1 സാമുവേൽ 1:7-11 വായിക്കുമ്പോൾ തൻ്റെ വന്ധ്യതയെക്കുറിച്ചോർത്ത് വിലപിക്കുന്ന ഹന്നായെ നമുക്ക് കാണാം. എന്നാൽ ഇതുപോലെ വിലപിക്കുമ്പോഴും തൻ്റെ പ്രത്യാശ കൈവെടിയാതെ ദൈവത്തിനു മുമ്പിൽ വന്നവൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു ഭാഗത്ത് നിരാശയുണ്ട്, വന്ധ്യതയെക്കുറിച്ചോർത്ത് വിഷമങ്ങളുണ്ട്, പക്ഷേ മറുഭാഗത്ത് പ്രതീക്ഷയും ദൈവാശ്രയത്വമുണ്ട്. മറ്റൊരു വ്യക്തിയെ നമ്മൾ കാണുന്നത് ശൂനേംകാരി സ്ത്രീയാണ്. എലീഷ ഒരു പുത്രൻ നിനക്കുണ്ടാകും എന്ന് അവളോട് പറയുമ്പോൾ അവൾ അതിൽ സംശയിക്കുന്നുണ്ട്. കാരണം ബുദ്ധി അവളോട് പറയുന്നത് സാധ്യമല്ല എന്നാണ്. എന്നാൽ അവൾ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു എന്ന് രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൻ്റെ 4-ാം അധ്യായം 16-17 തിരുവചനങ്ങളിലും 28-30 തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ചുരുക്കത്തിൽ ബുദ്ധി ഒരു ഭാഗത്ത് എല്ലാം തീർന്നു, പ്രതീക്ഷയില്ല എന്ന് ഉപദേശിക്കുമ്പോഴും ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കാൻ, ആ വിശ്വാസം കൊണ്ട് ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന വ്യക്തികൾ, ഇത്തരത്തിലുള്ള അനേകരെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ദൈവം ശക്തമായി അത്ഭുതകരമായി ഇടപെടുന്നതും നമുക്ക് കാണാം. അടുത്തതായിട്ട് 10-ാം അധ്യായത്തിൻ്റെ 8, 9, 10 തിരുവചനങ്ങളിൽ കുറച്ചു കാലം കൂടെ വസിക്കാൻ തോബിയാസിനെ നിർബന്ധിക്കുന്ന ഭാര്യാപിതാവ് റഗുവേൽ നമ്മൾ കാണും. നമുക്ക് ആ ഭാവം ഒന്ന് വായിക്കാം. വിവാഹ വിരുന്നിൻ്റെ 14-ാം ദിവസവും ഈ സ്ഥിതി തുടർന്നു. ഇത്രയും ദിവസങ്ങൾ അവിടെ തന്നോടൊന്നിച്ച് താമസിക്കണമെന്ന് റഗുവേൽ നിർബന്ധിച്ചിരുന്നു. തോബിയാസ് റഗുവേലിനോട് പറഞ്ഞു, എന്നെ തിരിച്ചയക്കുക, എൻ്റെ മാതാപിതാക്കന്മാർക്ക് എന്നെ കാണാമെന്നുള്ള ആശ പോലും അറ്റിരിക്കണം. എന്നാൽ റഗുവേൽ പറഞ്ഞു, നീ എന്നോടുകൂടെ താമസിക്കൂ, ഞാൻ ദൂതന്മാരെ അയച്ച് നിൻ്റെ പിതാവിനെ വിവരം അറിയിക്കാം. അതുപോരാ, എന്നെ തിരിച്ചയക്കണം, തോബിയാസ് പറഞ്ഞു. റഗുവേൽ തോബിയാസിന് ഭാര്യയായ സാറായെയും സ്വത്തിൽ അടിമകളുടെയും കന്നുകാലികളുടെയും പണത്തിൻ്റെയും പകുതിയും നൽകി. വിദൂരതയിൽ തന്നെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന മാതാപിതാക്കളുടെ, തോബിത്തിൻ്റെയും അന്നായുടെയും ഹൃദയവേദന മനസ്സിലാക്കാൻ സാധിക്കുന്ന ഉത്തമ പുത്രനാണ് തോബിയാസ്. വിവാഹവും അതുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളും കഴിഞ്ഞ ഉടൻ തന്നെ തൻ്റെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് ഭാര്യയുമായി തിരികെ പോകാൻ തോബിയാസ് തീരുമാനമെടുക്കുകയാണ്. നീ അല്പം കൂടി എന്നോടുകൂടെ താമസിക്കൂ എന്ന ഭാര്യാപിതാവ് റഗുവേലിൻ്റെ സ്നേഹപൂർണമായ ക്ഷണം സത്യത്തിൽ തോബിയാസിനോടുള്ള സ്നേഹവും പ്രത്യേകമായ പരിഗണനയുമാണ് വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, റഗുവേൽ എന്ന തോബിയാസിൻ്റെ ഭാര്യാപിതാവ്, സാറായുടെ പിതാവ്, വളരെ സമ്പന്നൻ ആയിരുന്നു. എന്നാൽ സമ്പന്നൻ എന്നതോടൊപ്പം തന്നെ വളരെ ഉദാരമതിയുമായിരുന്നു. തൻ്റെ മകളും മരുമകനും യാത്രയായപ്പോൾ തൻ്റെ സർവ്വസമ്പത്തിൻ്റെയും പകുതി റഗുവേൽ സ്വമേധയാ സമ്മാനമായി അവർക്ക് നൽകുകയാണ്. വിശുദ്ധ ഗ്രന്ഥം സ്ത്രീധനത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? സ്ത്രീധനം എന്ന സമ്പ്രദായത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിന് എന്താണ് പറയാനുള്ളത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. സ്ത്രീധനം എന്നതിൻ്റെ മനോഹരവും ഉദാത്തവുമായ ഒരു രൂപമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് യാതൊരു വിലപേശലുകളും നടക്കുന്നില്ല, യാതൊരുവിധ നിർബന്ധങ്ങളുമില്ല. വിവാഹം നടക്കുന്നതിൻ്റെ അടിസ്ഥാനമായി സ്ത്രീധനം പരിഗണിക്കുന്നതേയില്ല. പകരം
സ്വമേധയാ നൽകപ്പെടുന്ന സ്നേഹ സമ്മാനമാണ് സ്ത്രീധനം. ഇത് വധുവിൻ്റെ പിതാവ്, വധുവിൻ്റെ മാതാപിതാക്കൾ സ്വമേധയാ മറ്റൊരു നിർബന്ധങ്ങളുമില്ലാതെ തങ്ങളുടെ മകൾക്കും മരുമകനുമായി നൽകുന്ന സ്നേഹ സമ്മാനമാണ്. ഇവിടെ കിട്ടിയതിനെക്കുറിച്ച് പരാതിയോ പരിഭവങ്ങളോ കിട്ടാത്തതിനെക്കുറിച്ചുള്ള ചിന്തയോ ഒന്നുമില്ല. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്ത്രീധനം എന്നത് വധുവിൻ്റെ മാതാപിതാക്കൾ തങ്ങളുടെ മകൾക്കും അവളെ വിവാഹം ചെയ്ത വരനും സ്വമേധയാ നൽകുന്ന സ്നേഹ സമ്മാനമാണ്. ഒരിക്കലും വിവാഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്ത്രീധനമല്ല എന്ന് തിരിച്ചറിയുക. സ്ത്രീധനം എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല വിവാഹം നടന്നത്. വിവാഹം നടന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, ആ സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ സമ്മാനിതരാകുന്നത്. വിവാഹ സമ്മാനമായി ഒരു തുക നൽകപ്പെടുന്നത്. അടുത്തതായി അനുഗ്രഹ വചസ്സുകളാണ്. വരനും വധുവിനും അനുഗ്രഹ വചസ്സുകൾ നൽകി അവരെ യാത്രയാക്കുന്ന ഭാര്യാപിതാവിനെയും മാതാവിനെയും നമ്മൾ 10-ാം അധ്യായത്തിൻ്റെ 11-12 തിരുവചനങ്ങളിൽ കണ്ടുമുട്ടും. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. അവരെ അനുഗ്രഹിച്ച് യാത്രയാക്കിക്കൊണ്ടവൻ പറഞ്ഞു, മക്കളെ, എൻ്റെ മരണത്തിന് മുൻപ് തന്നെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് ഐശ്വര്യമേകും. അവൻ പുത്രിയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക, അവരാണ് ഇനിമേൽ നിനക്ക് മാതാപിതാക്കൾ. നിന്നെപ്പറ്റി നല്ലത് മാത്രം കേൾക്കാൻ എനിക്ക് ഇടവരട്ടെ. അവൻ അവളെ ചുംബിച്ചു. യദ്ന തോബിയാസിനോട് പറഞ്ഞു, സഹോദര, സ്വർഗസ്ഥനായ കർത്താവ് നിന്നെ സുരക്ഷിതനായി തിരിച്ചെത്തിക്കുകയും നിനക്ക് എൻ്റെ മകൾ സാറായിൽ ജനിക്കുന്ന കുട്ടികളെ കണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദിക്കാൻ എനിക്ക് ഇടവരുകയും ചെയ്യട്ടെ. ഇതാ, ഞാൻ എൻ്റെ പുത്രിയെ നിന്നെ ഭരമേൽപ്പിക്കുന്നു, അവളെ ദുഃഖിപ്പിക്കരുത്. ഹൃദയസ്പർശകമായ ഒരു യാത്രയപ്പ് രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. റഗുവേൽ തോബിയാസിന് നൽകുന്നത് ഒരു പിതാവിന് അടുത്ത യാത്രയപ്പാണ്. കേവലം ഒരു അമ്മായിയപ്പൻ്റേതുപോലെയല്ല. ഒരേ സമയം സ്നേഹവും നന്മ വരാനുള്ള ആഗ്രഹവും പ്രാർത്ഥനയുമെല്ലാം ഈ യാത്രയയപ്പ് വേളയിലുണ്ട്. റഗുവേൽ തൻ്റെ പുത്രിയോട്, സാറായോട് പറയുന്ന വാക്കുകളിലും പ്രവൃത്തികളിലും 3 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്നാമതായി, റഗുവേൽ തൻ്റെ മകളോട് പറഞ്ഞു, തോബിയാസ് എന്ന ഈ ഭർത്താവിൻ്റെ മാതാപിതാക്കളെ നീ സ്വന്തം മാതാപിതാക്കളെ പോലെ ബഹുമാനിക്കണം. അവരാണ് ഇനിമേൽ നിൻ്റെ മാതാപിതാക്കൾ. ഭർത്താവിൻ്റെ മാതാപിതാക്കളെ സ്വന്തം അപ്പനെയും അമ്മയെയും പോലെ കാണണം എന്നാണ് ഒരപ്പൻ തൻ്റെ മകളെ ഉപദേശിച്ച് പറഞ്ഞു വിടുന്നത്. രണ്ടാമത്, ഈ അപ്പൻ അവളോട് പറഞ്ഞു, സൽപ്പേര് കാത്തു സൂക്ഷിച്ച് ജീവിക്കണം. നിന്നെപ്പറ്റി നല്ലത് മാത്രം കേൾക്കാൻ എനിക്ക് ഇടവരട്ടെ എന്ന് മകളോട് പറയുകയാണ്. ഒരു മകൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഉപദേശമാണത്. മകളെ, നീ ഇനി പോകാൻ പോകുന്ന ഭർതൃഗൃഹത്തിൽ നിന്നും നിൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ച് നല്ലത് മാത്രം കേൾക്കാൻ എനിക്ക് ഇടവരട്ടെ. അതിനുശേഷം അവൻ അവളെ ചുംബിച്ചു എന്ന് പറയുന്നു. പിതാവ് മകളെ സ്നേഹചുംബനം നൽകിയാണ് ഭർതൃഗൃഹത്തിലേക്ക് യാത്രയാക്കുന്നത്. ഈ ചുംബനം തൻ്റെ മാതാപിതാക്കളുടെ പിന്തുണയും അനുഗ്രഹവും തനിക്ക് എന്നും ഉണ്ടാകും എന്ന ഉറപ്പാണ്
ആ മകൾ സാറായിക്ക് നൽകുന്നത്. അതോടൊപ്പം മാതാപിതാക്കൾ മക്കളോടുള്ള സ്നേഹം അവരുടെ ഉള്ളിൽ സൂക്ഷിച്ചാൽ മാത്രം പോരാ, അത് വ്യക്തമായി പ്രകടിപ്പിക്കുകയും വേണം എന്ന് ഇക്കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുക. ഒരു പ്രകടനം കൂടി, സ്നേഹത്തിൻ്റെ പ്രകടനവും ആവശ്യമാണ് കുടുംബജീവിതത്തിൽ. അതിനുശേഷം ഭാര്യ മാതാവായ യദ്ന തൻ്റെ സ്നേഹനിധിയായ മകളെ മരുമകൻ തോബിയാസിനെ ഫലമേൽപ്പിക്കുകയാണ്. ഉത്തരവാദിത്തത്തോടും സന്തോഷത്തോടും കൂടെ തൻ്റെ മകളെ പരിപാലിക്കണമെന്നാണ് യദ്ന തോബിയാസിനോട് ഓർമ്മിപ്പിക്കുന്നത്. അവളെ ദുഃഖിപ്പിക്കരുത്, നീ അവളെ ദുഃഖിപ്പിക്കരുത് എന്ന വാക്കിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും പശ്ചാത്തലത്തിലാണ് യദ്നായും മകളെയും മരുമകനെയും യാത്രയാക്കുന്നത്. ഏറ്റവും ഒടുവിൽ വിവാഹത്തെ സംബന്ധിച്ചിട്ടുള്ള അക്കാലത്തെ മുതിർന്ന തലമുറയുടെ സ്വപ്നങ്ങൾ കൂടി പറയുന്നു. നിങ്ങളുടെ മക്കളെ കാണാൻ, അവരിലൂടെ ഞങ്ങളും അനുഗ്രഹീതരായി മാറാനുള്ള അവസരം നിങ്ങൾ ഒരുക്കണം. ഇങ്ങനെ വളരെ മനോഹരമായ ദൈവാനുഗ്രഹപ്രദമായ ഒരു യാത്രയയപ്പ് നൽകിക്കൊണ്ട് യദ്നായും റഘുവേലും തൻ്റെ മകളെയും മരുമകനെയും യാത്രയാക്കുന്നു. ഇനി അടുത്ത അധ്യായത്തിൽ തോബിത്തിൻ്റെ വീട്ടിൽ സംഭവിക്കുന്ന വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാം അടുത്ത ക്ലാസ്സിൽ.